Hi dears, welcome to Easy Literature. Today I am going to talk about university wits. They were the group of songwriters. So നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ കുറിച്ചാണ്. The university wits is a phrase used to name a group of late 16th century English playwrights who were educated at the universities of Oxford or Cambridge. അതായത് കാംബ്രിഡ്ജിൽ നിന്നോ ഓക്സ്ഫോർഡിൽ നിന്നോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള 16th century English playwrightsനെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. The term university wits was not used in their lifetime, but was coined by George Sainsbury, a 19th century journalist and author. 19th centuryയിലെ ജേർണലിസ്റ്റും ഓതറൊക്കെ ആയിട്ടുള്ള ജോർജ് സെയിൻസ്ബറി ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. They transformed the didactic interludes and shapeless chronicle histories into real plays. ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ് മിറാക്കിൾ പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ദെൻ ലാസ്റ്റ് ഇന്റർലൂഡ്സിൽ നിന്നും ഒരു റിയൽ പ്ലേസിലേക്ക് ഡ്രാമയെ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. ദേ സ്റ്റാർട്ടഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ ടു എൻ്റർടൈൻ ദ ഓഡിയൻസ്. നമുക്കറിയാം ബേസിക്കലി ഡ്രാമ പെർഫോം ചെയ്തിരുന്നത് റിലീജിയസ് പർപ്പസിന് വേണ്ടിയായിരുന്നു. പക്ഷെ അതിൽ നിന്നും തികച്ചും മാറിയിട്ട് ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഡ്രാമയെ ഡെവലപ്പ് ചെയ്തത് യൂണിവേഴ്സിറ്റി വിറ്റ്സാണ്. ദേ ഇംപ്രൂവ്ഡ് ദ സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ. They made English drama more clear and poetic. They prepared the way for the writings of William Shakespeare. Even William Shakespeare വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകത്തിലായിരുന്നു യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ ഡ്രാമാസ്. സോ വില്യം ഷേക്സ്പിയർ ഒരുപാട് ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ ഡ്രാമയിൽ. ഇവരൊരു പ്രീ ഷേക്സ്പിയറിയൻ ഡ്രാമാറ്റിസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഷേക്സ്പിയറിന് മുമ്പുള്ള ഡ്രാമാറ്റിസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അതുകൊണ്ട് തന്നെ എലിസബത്തൻ ലിറ്ററേച്ചറിൽ എലിസബത്തൻ ഡ്രാമയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്, ദേ ആർ ജോൺ ലിലി, ജോർജ് പീൽ, തോമസ് ലോർഡ്സ്, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ്, ക്രിസ്റ്റഫർ മാർലോ, തോമസ് കിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സ്ഫോർഡിൽ നിന്നോ കാംബ്രിഡ്ജിൽ നിന്നോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന്. അപ്പം ഓക്സ്ഫോർഡിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ജോൺ ലില്ലി, അതുപോലെ ജോർജ് പീല്, തോമസ് ലോഡ്ജ്. കാംബ്രിഡ്ജിൽ നിന്നും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതാണ് റോബർട്ട് ഗ്രീന്, തോമസ് നാഷ്, ക്രിസ്റ്റഫർ മാർലോ. ഇനി ഈ രണ്ടിലും പെടാത്ത ഒരാളാണ് തോമസ് കിൻഡ്. ഹി ഡിഡിൻ അറ്റൻഡ് എനി യൂണിവേഴ്സിറ്റി, റോട്ട് ഇൻ ദ സ്റ്റൈൽ ഓഫ് വിറ്റ്സ്. വിറ്റ്സിൻ്റെ സ്റ്റൈലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്. പക്ഷേ ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിലും അവർ എന്ത് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിനെ മറക്കാതിരിക്കാൻ ഒരു കോഡ് യൂസ് ചെയ്യാം. അതായത് പീലിയും മാർലോയും കൂടിയിട്ട് അവരുടെ കിഡായിട്ടുള്ള നാഷിനെയും കൂട്ടി ലോഡ്ജിൽ പോയി. ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു ഗ്രീനറി കണ്ടു. ആ ഗ്രീനറിയിൽ ഒരുപാട് ലില്ലിപ്പൂക്കൾ ഉണ്ടായിരുന്നു. ജോർജ് പീലും ക്രിസ്റ്റഫർ മാർലോയും അവരുടെ കിഡായിട്ടുള്ള കിഡിൻ്റെ പേരെന്താ, നാഷ്, തോമസ് നാഷ്. നാഷിനെയും കൂട്ടിയിട്ട് ലോഡ്ജിൽ പോവാണ്. തോമസ് ലോഡ്ജ്. ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഗ്രീനറി ഉണ്ട്, റോബർട്ട് ഗ്രീന്. ആ ഗ്രീനറിയിൽ ഒരുപാട് ലില്ലിപ്പൂക്കളുണ്ട്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ പേര് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കമ്മിങ് ടു ദ കോമൺ ഫീച്ചേഴ്സ്, ദേ വർ സെക്കുലർ ഇൻ്റലക്ച്വൽസ്, ക്രിയേറ്റഡ് കോംപ്ലക്സ് കമേഴ്ഷ്യൽ ഡ്രാമ, ദെൻ യൂസ്ഡ് റെട്രിക്കൽ ലാംഗ്വേജ്. റെട്രിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിയൻസിൻ്റെ മുന്നിൽ ഒരു കാര്യത്തെ എത്തിക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയിട്ട് നമ്മൾ പല ഡിവൈസസും യൂസ് ചെയ്ത് എഴുതുന്നതിനെയാണ് റെട്രിക്കൽ ലാംഗ്വേജ് എന്ന് പറയുക. അതായത് ഒരു കാര്യത്തെ നമ്മൾ ഊന്നി പറയും. അത് റെട്രിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്ന രീതിയിലായിരിക്കാം. അതിനെയാണ് റെട്രിക്കൽ ലാംഗ്വേജ് എന്ന് പറയാം. ദെൻ ഒക്കേഷണലി ദ റോട്ട് ടുഗദർ, കൊളാബറേറ്റഡ്, ഹാഡ് ഷെയർഡ് എനിമീസ് ആൻഡ് ഫ്രണ്ട്സ്. അവരുടെ ഫ്രണ്ട്സ് തമ്മിലായാലും അല്ലെങ്കിൽ എനിമീസ് തമ്മിലായാലും കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ദെൻ കണ്ടംഡ് ദോസ് ഹൂ വർ നോട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് സച്ച് ആസ് ബെൻ ജോൺസൺ ആൻഡ് ഷേക്സ്പിയർ. ബെൻ ജോൺസണെയും അതുപോലെ ഷേക്സ്പിയറിനെയൊക്കെ ഇവർ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റോബർട്ട് ഗ്രീൻ്റെ ഒരു വർക്കിൽ നമുക്ക് കാണാം ഷേക്സ്പിയറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദെൻ ഹീറോയിക് തീംസ്, അതൊരു കോമൺ ഫീച്ചറായിരുന്നു. ടെമ്പർലൈൻ, ക്രിസ്റ്റഫർ മാർലോൻ്റെ ഒരു വർക്കാണ് ടെമ്പർലൈൻ. ദെൻ വയലന്റ് ഇൻസിഡൻസ് ആൻഡ് ഇമോഷൻസ്, ഇതൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആയിരുന്നു. ദെൻ ജോൺ ലില്ലി, എ സെക്കുലർ ഹ്യൂമനിസ്റ്റ് ആൻഡ് കോർട്ടിയർ, ഫസ്റ്റ് മേജർ പോസ്റ്റ് സ്റ്റൈലിസ്റ്റ് ഇൻ ഇംഗ്ലണ്ട്, റോട്ട് വിറ്റി കോട്ട് അലഗറീസ്. അലഗറീസ് എന്ന് പറഞ്ഞാൽ പാരബിൾസ്, അതായത് ഒരുപാട് ലിറ്റററി ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഓർണമെൻ്റലി സ്റ്റൈൽ എഴുതുന്നതിനെയാണ് അലഗറീസ് എന്ന് പറയാം. then devoted himself to writing comedies after 1580. He is the only one who wrote
കോമഡീസ് എമംഗ് ദ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ കോമഡീസ് എഴുതിയിരുന്ന ഒരാൾ ജോൺ ലില്ലി ആയിരുന്നു. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് യൂഫിയസ് ദ അനാട്ടമി ഓഫ് വിറ്റ്സ്. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ് യൂഫിയസ് ദ അനാട്ടമി ഓഫ് വിറ്റ്സ്. യൂഫിയസ്റ്റിക് സ്റ്റൈലിൽ എഴുതിയിട്ടുള്ളതാണ് 1578. ദെൻ ഹിസ് സീക്വൽ യൂഫിയസ് ആൻഡ് ഹിസ് സിംഗ്ലറ്റ്. അതിന് സീക്വലായിട്ട് വരുന്നതാണ് യൂഫിയസ് ആൻഡ് ഹിസ് സിംഗ്ലറ്റ് 1580. ദെൻ ജോർജ് പീൽ experimented with many types of drama, wrote with a lot of violence and bloodshed. ഒരുപാട് ടൈപ്സ് ഡ്രാമ അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വയലൻസും ബ്ലഡ്ഷെഡൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള തീമായിട്ട് പറയുന്നത്. ദ അറൈൻമെൻറ്റ് ഓഫ് പാരീസ് 1584 മിത്തോളജിക്കൽ പാസ്റ്ററൽ കോമഡിയാണ്. ദെൻ ദ ബാറ്റിൽ ഓഫ് അൽക്കസർ 1589 മാർലോവിൻ ഹിസ്റ്റോറിക്കൽ ട്രാജഡിയാണ്. ദെൻ എഡ്വാർഡ് ഫസ്റ്റ് 1593 chronicle play. Then David and Fair Bethsabe 1594 a biblical tragedy. Then The Old Wives' Tale 1595 is masterpiece satire on the popular drama of the day. A Farewell of Arms 1590 sonnet addressed to Queen Elizabeth I. സോ പല രീതിയിലുള്ള ഡ്രാമാസ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇത്രയും വർക്സിലൂടെ മനസ്സിലാക്കാം അല്ലേ. ദെൻ തോമസ് കേഡ്. ഷോർട്ട് ഡ്രാമാറ്റിക് കരിയർ ആണ് തോമസ് കേഡിനുള്ളത്. ഹി ഡിഡിൻ ഗോ എനി യൂണിവേഴ്സിറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഒരു യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ വിറ്റ്സിൻ്റെ സ്റ്റൈലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സ്. ബിലീവ് ടു ബി ദ ഓഥർ ഓഫ് ഫസ്റ്റ് ഇംഗ്ലീഷ് റിവെഞ്ച് ട്രാജഡി സ്പാനിഷ് ട്രാജഡി. ദ സ്പാനിഷ് ട്രാജഡി എഴുതിയിട്ടുള്ള ആളാണ് തോമസ് കേഡ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് റിവെഞ്ച് ട്രാജഡിയാണ് സ്പാനിഷ് ട്രാജഡി. ഡ്യൂ ടു റെഫറൻസ് ഇൻ തോമസ് ഹേവുഡ്സ് അപ്പോളജി ഫോർ ആക്ടേഴ്സ് 1612. തോമസ് ഹേവുഡിന്റെ അപ്പോളജി ഫോർ ആക്ടേഴ്സ് എന്ന ബുക്കാണ് ഇതിന്റെ റെഫറൻസ് ആയിട്ട് പറയുന്നത്. സ്പാനിഷ് ട്രാജഡി എഴുതിയിട്ടുള്ളത് തോമസ് കിഡ് ആണ് എന്നതിന് റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഓൾസോ ബിലീവ് ടു ഹാവ് റിട്ടൺ എ ലോസ്റ്റ് ഒറിജിനൽ ഓഫ് ഹാംലെറ്റ് യുവർ ഹാംലെറ്റ്. ദെൻ wrote a second tragedy Cornelia 1594 translated from French. Then Thomas Lord writes euphemistic prose like Lilly. ലില്ലിയെ പോലെ യൂഫിസ്റ്റിക് സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള ആളാണ്. റോസാലിൻ്റെ യൂഫിയസ് ഗോൾഡൻ ലെജസി 1590 അദ്ദേഹത്തിൻ്റെ വർക്കാണ്. മോസ്റ്റ് സക്സസ്ഫുൾ പ്രോസ് റൊമാൻസ് ആണ്. സോഴ്സ് ഓഫ് ആസ് യു ലൈക്ക് ഇറ്റ് ഷേക്സ്പിയറിൻ്റെ ഒരു സോഴ്സ് ആണ് ആസ് യു ലൈക്ക് ഇറ്റ് എന്ന വർക്കിൻ്റെ സോഴ്സ് ആയിട്ട് പറയുന്നത് തോമസ് ലോഡ്ജിൻ്റെ റൊസാലിൻ്റെ ആണ്. ദെൻ ഫില്ലിസ് ഓൺ എ സൈക്കിൾ എ ഫിഗ് ഫോർ മോമോസ് 1595 introduced classical satire and verse epistle such as those of Horace and Virgil into English for the first time. Then major romance a Margaret of America 1590 his two plays were The Wars of Civil War and A Looking Glass for London and England. Then coming to the Robert Greene, good degrees from Oxford as well as Cambridge and Oxford degrees. Then wrote prose works imitative of Euphues and Arcadia. പൻഡോസ്റ്റോ 1588 എ സോഴ്സ് ഫോർ ദ വിൻഡർ സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ പൻഡോസ്റ്റോ ആണ് ഷേക്സ്പിയറിൻ്റെ വിൻഡർ സ്റ്റൈലിൻ്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. ദെൻ മമീലിയ മെനഫോൺ 1589 ഹി ക്രിറ്റിസൈസ് ഷേക്സ്പിയർ ഇൻ ഹിസ് ഗ്രോത്ത്സ് വർത്ത് ഓഫ് വിറ്റ് എന്ന 1592 എഴുതിയിട്ടുള്ള വർക്കിൽ അദ്ദേഹം ഷേക്സ്പിയറിനെ അക്യൂസ് ചെയ്യുന്നുണ്ട്. ആൻ അബ്സ്ട്രാക്ട് ക്രോ ബ്യൂട്ടിഫൈഡ് വിത്ത് അവർ ഫെദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അക്യൂസ് ചെയ്യുന്നത്. ദെൻ ഹി ഇമിറ്റേറ്റഡ് മാർലോവിയൻ സ്റ്റൈൽ. ക്രിസ്റ്റഫർ മാർലോ ആണ് യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ മെയിൻ ആയിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്ത ആളാണ് റോബർട്ട് ഗ്രീൻ. ദെൻ തോമസ് നാഷ്, ഫാദർ ഓഫ് പിക്കാറസ്ക് നോവലിന്റെ ഫാദറാണ് തോമസ് നാഷ്. റോഡ് പ്രിഫേഴ്സ് ടു ഗ്രീൻസ് മെനഫോൺ. റോബർട്ട് ഗ്രീനിന്റെ മെനഫോണിന് പ്രിഫേഴ്സ് ചെയ്തിട്ടുണ്ട്. കൊളാബറേറ്റഡ് വിത്ത് ബെൻ ജോൺസൺ ഇൻ സെറ്റാരിക്കൽ പ്ലേ ദ ഐൽ ഓഫ് ഡോഗ്സ് 1597. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ ഐൽ ഓഫ് ഡോഗ്സ്. ബെൻ ജോൺസണുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. ദെൻ ദ അൺഫോർച്ചുനേറ്റ് ട്രാവലർ ഓർ ദ ലൈഫ് ഓഫ് ജാക്ക് വിൽട്ടൺ 1594 is the first Picaresque novel in English. Then other works includes Piers Penniless, His Tears Over Jerusalem 1593. Then Christopher Marlowe, violent and disrepute behavior, atheism, probably a member of Relay School of Night, a circle of free thinkers. Free thinkers-ന്റെ ഒരു റിലേ സ്കൂളിൽ അദ്ദേഹം മെമ്പർ ആയിരുന്നു. ഏത്തിസ്റ്റ് ആണ്. അതുപോലെ സസ്പെക്റ്റഡ് ബി ഹോമോസെക്ഷൽ ആണെന്ന് പറയുന്നു. ദെൻ ഷേക്സ്പിയർസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിഡസസർ ഇൻ ഡ്രാമ. ഷേക്സ്പിയർ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റഫർ മാർലോയിൽ നിന്നാണ്. ദെൻ പെർഫെക്റ്റഡ് ഡ്രാമാറ്റിക് ബ്ലാങ്ക് വേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഡ്രാമാറ്റിക് ബ്ലാങ്ക് വേഴ്സ്
പോപ്പുലർ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബ്ലാങ്ക് വേഴ്സിനെ ബെൻ ജോൺസൺ വിളിച്ചിട്ടുള്ളതാണ് മൈറ്റി ലൈൻസ് ഇൻ ഹിസ് വർക്ക് ടു ദ മെമ്മറി ഓഫ് ബിലൗഡ് മാസ്റ്റർ വില്യം ഷേക്സ്പിയർ എന്ന വർക്കിൽ ക്രിസ്റ്റഫർ മാർലോയുടെ ബ്ലാങ്ക് വേഴ്സിനെ മൈറ്റി ലൈൻസ് എന്ന് ബെൻ ജോൺസൺ പറഞ്ഞിട്ടുണ്ട്. മാർലോസ് വർക്ക്സ് ടെമ്പർലൈൻ ദ ഗ്രേറ്റ്, 2 parts published anonymously in 1590, story of Central Asian Emperor Timur the Lame, then the Jew of Malta, Edward II, Dr. Faustus, the tragedy of Dido, with നാഷുമായി കൊളാബറേറ്റ് ചെയ്ത് എഴുതിയതാണ് ട്രാജഡി ഓഫ് ഡിഡോ. then the massacre of Paris, historical play ആണ്. then ഹീറോ ആൻഡ് ലിയൻഡർ, അൺഫിനിഷ്ഡ് പോയം, അദ്ദേഹത്തിന്റെ അൺഫിനിഷ്ഡ് പോയമാണ് ഹീറോ ആൻഡ് ലിയൻഡർ. So that was all for today's video. I hope you found the video useful. If you found it useful, then do like it and share with your friends. I will back soon with a new video. Till then, stay tuned.